മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ഈ ടാഗ്ലൈൻ കേട്ടു പരിചയമില്ലാത്ത മലയാളികൾ ഉണ്ടാകില്ല. ടാഗ്ലൈൻ മാത്രമല്ല, മിൽമ എന്ന ബ്രാൻഡും കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു. എന്നാൽ മിൽമയ്ക്ക് അപരനായി രംഗത്തെത്തിയ ബ്രാൻഡാണ് മിൽന. പേരിലെയും കവർ ഡിസൈനിലെയും സാമ്യതകൾ മിൽമയും മിൽനയും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലായിരുന്നു. സംഭവത്തിൽ കോടതിയെ സമീപിച്ച മിൽമ മിൽനയ്ക്കെതിരെ കേസ് നടത്തി. കേസ് പരിഗണിച്ച കോടതി മിൽന എന്ന സ്ഥാപനത്തിന് 1 കോടി രൂപ പിഴ ചുമത്തി. മിൽമയുടെ ഡിസൈൻ ദുരുപയോഗം ചെയ്യുകയും വ്യാപാര നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതിനാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ കോടതി 1 കോടി രൂപ പിഴ ചുമത്തിയത്. ഏത് പാലാ വാങ്ങണ്ടേ എന്ന ചോദ്യത്തിന് മിൽമ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാങ്ങിക്കോ എന്ന തരത്തിൽ മിൽമ എന്ന ബ്രാൻഡിനെ മലയാളികൾ വിശ്വസിച്ചു. കേരളത്തിൽ ആദ്യമായി പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും ബ്രാൻഡ് കൊണ്ടുവന്നതും മിൽമയായിരുന്നു. അതായത് കേരള ജനതയെ കവർപ്പാൽ വാങ്ങാൻ പഠിപ്പിച്ച ബ്രാൻഡാണ് മിൽമ. ആദ്യം പാലിൽ നിന്ന് തുടങ്ങി ഇന്ന് ഡയറി പ്രൊഡക്റ്റുകളുടെ എല്ലാം വിപണനം മിൽമ നടത്തുന്നുണ്ട്. മിൽമയ്ക്ക് കേരളത്തിലുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ മിൽമ എന്ന പേരിനോടും അതിൻ്റെ കവറിനോടും സാമ്യമുള്ള എത്ര ബ്രാൻഡുകൾ പിന്നീട് വന്നു എന്ന് നോക്കിയാൽ മനസ്സിലാകും. മിൽമയുടെ കേരളത്തിൽ മിൽമയുടെ സ്വാധീനം മനസ്സിലാക്കി മിൽമയ്ക്ക് സമാനമായ കവറിങ്ങിലും ലോഗോയിലും മിൽന എന്ന പേരിൽ പാല് വിൽക്കുകയായിരുന്നു. എന്നാൽ സംഭവം തിരിച്ചറിഞ്ഞ മിൽമ കോടതിയിൽ പരാതി സമർപ്പിച്ചു. കേസ് പരിഗണിച്ച കോടതി മിൽമയുടേതിന് സമാനമായ ഡിസൈനോ പാക്കിങ്ങോ ഉപയോഗിച്ച് പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിൽ നിന്നും പരസ്യപ്പെടുത്തുന്നതിൽ നിന്നും ഈ സ്വകാര്യ സ്ഥാപനത്തെ വിലക്കി. 1 കോടി രൂപ പിഴയും 6% പിഴപ്പലിശയും 8,18,410 രൂപ കോടതി ഫീസും ഉൾപ്പെടെ പിഴയടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. മിൽമയ്ക്ക് അനുകൂലമായ വിധിയിൽ സന്തോഷമുണ്ടെന്നും മിൽമയുടെ ബ്രാൻഡ് ഇമേജിനെ അപകീർത്തിപ്പെടുത്തി ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന പ്രവൃത്തികൾ ഉണ്ടായാൽ ഇനിയും കർശന നടപടി കൈക്കൊള്ളുമെന്നുമായിരുന്നു മിൽമ ചെയർമാൻ KS മണി പറഞ്ഞത്. കേരളത്തിലെ ക്ഷീര കർഷകരുടെ പ്രസ്ഥാനമായ മിൽമ വിതരണം ചെയ്യുന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങി ഉപയോഗിക്കാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു.